തൃശൂരിൽ വൻ MDMA വേട്ട നടന്നിരിക്കുന്നു. കൊടകരയിൽ 180 ഗ്രാമിലധികം MDMAയുമായി 2 പേർ പിടിയിലായി. ദീപക്, ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA ആണ് പിടിച്ചെടുത്തത്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണിത്? ഏത് തരത്തിലേക്കാണ്? എക്സൈസിന്റെ പരിശോധനയായിരുന്നോ? ഇവർ പരിശോധന നടത്താനുള്ള സാഹചര്യം? എവിടെ വെച്ചാണ് ഇവരെ പിടികൂടിയത്? ഇവർ ഏത് നാട്ടുകാരാണ്? വിശദാംശങ്ങൾ. അനുജ, ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ 2 പേർ ഈ MDMAയുമായി പിടിയിലായിരിക്കുന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പരിധിയിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ കേസുകളിൽ ഒരെണ്ണമാണ് ഇതെന്നുള്ളതാണ് നിലവിൽ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഈ ലഹരി മേഖലയിൽ ഡാർക്ക് മർച്ചന്റ് എന്നറിയപ്പെടുന്ന ഈ ഇരിങ്ങാലക്കുട സ്വദേശി ദീപക്കും അതോടൊപ്പം തന്നെ പറവൂർ മൂത്തകുന്നം സ്വദേശിനിയായിട്ടുള്ള 22 വയസ്സുകാരി ദീക്ഷിതയുമാണ് നിലവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇവർ ബംഗളൂരുവിൽ നിന്ന് ഒരു സ്വകാര്യ ബസ്സിൽ ഈ ലഹരിയുമായി കൊടകരയിൽ എത്തുകയായിരുന്നു. കൊടകരയിലെത്തി അവിടെ നിന്ന് മറ്റൊരു വാഹനം ലക്ഷ്യമാക്കി നടക്കുന്നതിനിടയിലാണ് ഈ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇവർ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വാഹനത്തിൽ കയറി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതിനിടയിൽ പോലീസ് പിടികൂടുകയായിരുന്നു. നേരത്തെയും ഈ ദീപക് നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് പറയുന്നത്. 2011 നേരത്തെ ആന്ധ്രയിൽ തന്നെ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിയാണ്. പിന്നീട് ഇങ്ങോട്ട് പലതവണ ഹാഷിഷോയിലും കഞ്ചാവും ഒക്കെയായി ദീപക് പലകുറി പോലീസിന്റെ പിടിയിലായി. പക്ഷേ ഈ കേസുകളിലെല്ലാം തന്നെ ജാമ്യത്തിൽ ഇറങ്ങും. പിന്നീട് ഈ ലഹരി വിൽപ്പന പതിവാക്കുന്ന ഒരു രീതിയായിരുന്നു ദീപക് അനുവർത്തിച്ചു വന്നിരുന്നത്. അങ്ങനെ പോലീസിന് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ഇവർ ബംഗളൂരുവിൽ നിന്ന് ലഹരി കടത്തുന്നു എന്നൊരു രഹസ്യവിവരം ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൊടകരയിൽ പോലീസ് കാത്തു നിൽക്കുകയും ഇവർ ഈ ബസ്സിൽ നിന്നിറങ്ങി മറ്റൊരു വാഹനത്തിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിയിലാവുകയായിരുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘമാണ് ഇവർക്ക് ഈ ലഹരി നൽകിയതെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര കണ്ണികളെ കണ്ടെത്തുന്നതിനുള്ള ഒരു അന്വേഷണം അത് പോലീസ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ഇവർക്കൊപ്പം മറ്റാളുകൾ ഉള്ളതായൊക്കെ പോലീസിന് സംശയമുണ്ടോ? ഇത് വലിയൊരു സംഘമാണോ ഈ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കില്ലേ സൂരജ്? തീർച്ചയായും അനുജ, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. കാരണം ഇത് കൃത്യമായ വിൽപ്പനയ്ക്ക് എത്തിച്ച MDMA ആണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്ന് ഇവർ ശേഖരിച്ചു, ആർക്കൊക്കെയാണ് ഇവർ വിൽപ്പന നടത്തുന്നത് എന്ന സംബന്ധിച്ചെല്ലാം തന്നെയുള്ള അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ എടുത്തു പറയുന്നത് ഈ മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മർച്ചന്റ് എന്നാണ് ഈ അപരനാമത്തിലാണ് ദീപക് അറിയപ്പെടുന്നത്. ഈ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിയാണ് അന്ന് ദീപക് പിടിയിലാകുന്നത്. അന്ന് ഈ പോലീസിന്റെ പിടിയിലാകുന്നത് ആ വാഹനം ഒരു അപകടത്തിൽപ്പെടുകയും ആ അപകടത്തിൽപ്പെടുന്ന സമയത്ത് ആ വാഹനത്തിൽ നിന്ന് ഈ 10 കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് നിരവധി തവണ ഈ ഹാഷിഷോയിലും അതോടൊപ്പം തന്നെ കഞ്ചാവും ഒക്കെയായി ദീപക് പിടിയിലാകുന്നു. പക്ഷേ ഈ കേസുകളിലെല്ലാം തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം വീണ്ടും ഈ ലഹരി വിൽപ്പന തന്നെ പതിവാക്കുകയായിരുന്നു ദീപക് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ദീപക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ MDMAയും സിന്തറ്റിക് ഡ്രഗും എല്ലാം പിടിമുറുക്കിയതോടുകൂടി ഈ അന്താരാഷ്ട്ര ലഹരി സംഘങ്ങളുമായി കൂട്ടുചേർന്നുകൊണ്ടുള്ള ഒരു വിൽപ്പനയിലേക്കാണ് ദീപക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ബംഗളൂരുവിൽ നിന്ന് ഇത് MDMA ശേഖരിച്ച് നാട്ടിലേക്ക് എത്തിച്ച് വിൽപ്പനയ്ക്ക് വേണ്ടി വരുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാവുകയും ചെയ്ത. അനുജ, ശരി, വലിയ ലഹരി വേട്ട MDMA വേട്ടയാണ് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത്. കൊടകരയിലാണ് 180 ഗ്രാമിലധികം MDMAയുമായി 2 പേർ പിടിയിലായത്. ദീപക്, ദീക്ഷിത എന്നിവരാണ് പേരതിൽ. ദീപക് ഇതിനു മുൻപും കഞ്ചാവ് കടത്തലുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള ആളാണ്. ഇവർക്ക് അന്താരാഷ്ട്ര കഞ്ചാവ് മാഫിയയുമായി ബന്ധമുള്ള ആളുകളാണിവർ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഏത് തരത്തിലേക്കാണ് ഇതിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നതിൻ്റെയൊക്കെ അന്വേഷണത്തിലേക്കും പോലീസ് കടക്കും. ബംഗളൂരുവിൽ നിന്നാണ് ഇവർ വിൽപ്പനയ്ക്കായി MDMA എത്തിച്ചതെന്നാണ് പോലീസ് അറിയിച്ചത്.